വേനൽ മഴയിലും വലയുന്നതിനിടയിൽ മനസ്സിന് കുളിരേകുന്ന മഞ്ഞു പെയ്യുന്ന കാഴ്ചകൾ കാണണോ? നേരെ ഇടുക്കിയിലോട്ട് വിട്ടോളൂ. കോടമഞ്ഞിൽ പുതഞ്ഞ തേയില ചെരുവുകളുടെ നയനമനോഹര കാഴ്ച ആസ്വദിച്ചു മടങ്ങാം. ഈ കടുത്ത വേനലിൽ ഇങ്ങനെയൊരു കാഴ്ചയുണ്ടാകുമോ എന്നാവും എല്ലാവരുടെയും സംശയം. എന്നാൽ വേനൽ മഴ ഇടുക്കിക്ക് സമ്മാനിച്ചത് കടുത്ത ചൂടിൽ നിന്നും ശമനം മാത്രമല്ല, ഈ നനുത്ത മഞ്ഞിൻ കാഴ്ചകൾ കൂടിയാണ്. മൂന്നാറും പിന്നിട്ട് ഗ്യാപ് റോഡും കടന്നെത്തുമ്പോൾ ആനയിറങ്കൽ ജലാശയത്തിന്റെ മനോഹര ദൃശ്യം കാണാം. തേയിലത്തോട്ടങ്ങളെ ഇടയ്ക്കിടെ വന്നു മൂടുന്ന കോടമഞ്ഞിന്റെ കാഴ്ചയാസ്വദിച്ച് നല്ല തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ വെറുതെ ഇരിക്കാൻ പ്രതീക്ഷിക്കാതെ അവസരം ലഭിച്ച ആവേശത്തിലാണ് സഞ്ചാരികൾ. നമ്മൾ വന്നത് കാസർഗോഡ് ഏരിയ നല്ല ഹീറ്റ് ടെമ്പറേച്ചർ നമ്മൾ ഇങ്ങനെ ഒരു കോൾഡ് ഏരിയയിലേക്ക് വരുന്നത്. നല്ല കോടയും ചാറ്റൽ മഴയും. നമ്മൾ ഒരു 2-3 മണിക്കൂറായി ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഏകദേശം ഈ ഏരിയയിലും കുറെ കണ്ട് നമ്മൾ ഗ്യാപ് റോഡിലും കഴിഞ്ഞിട്ടാകുമ്പോൾ വരുന്നത്. പാടയിലും നമ്മൾ ഇടയിൽ കയറിയ ഓരോ കടകളും അതൊക്കെ നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. എന്തുകൊണ്ടും എല്ലാ ആളുകളും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു കമ്പൽസറി ആയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണെന്ന് എൻ്റെ പ്രത്യേക അഭിപ്രായം പറയാനുള്ളത്. മഞ്ഞുകാലത്ത് മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന കാഴ്ചകളാണിവ. കടുത്ത വേനൽ ചൂടിൽ നിന്ന് അല്പം ആശ്വാസം തേടി ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് മഞ്ഞുകാലത്തെ സമാനാനുഭവം ലഭ്യമാകുന്നത് ഏറെ ആശ്വാസകരമാണ്. ഒരാഴ്ചയോളമായി ഇടയ്ക്കിടെ പെയ്ത വേനൽ മഴ ഇടുക്കിയുടെ കാർഷിക മേഖലയ്ക്കും വലിയ ആശ്വാസമായിട്ടുണ്ട്. കൃഷിയിടങ്ങളെല്ലാം പച്ചപ്പണിഞ്ഞു. ഇതോടൊപ്പം പച്ചവിരിച്ച തേയിലക്കാടുകളെ തഴുകി ഇടയ്ക്കിടെ മഞ്ഞിന്റെ ആവരണവും. ഇ ടി വി ഭാരത്, ഇടുക്കി.